നിങ്ങൾ എവിടെ തീരുമെന്ന് ഉറപ്പിക്കുന്നിടത്ത് എന്റെ ദൈവം എന്റെ പ്രവൃത്തി തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ പരാജയം പിശാച് ഉറപ്പിക്കുമ്പോ അവിടുന്ന് തുടങ്ങും, ആ മൂമെന്റിൽ നിന്ന് തുടങ്ങും എന്റെ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, തോൽവി ഉറപ്പിച്ച് നടന്നെടുത്ത് എന്റെ ദൈവം വിജയത്തിന്റെ പ്രവൃത്തി തുടങ്ങും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ മറുപടി നിങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പിശാച് ഉറപ്പിച്ച നിമിഷത്തിൽ എന്റെ ദൈവം തുടങ്ങും തന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. വഴി അടഞ്ഞുവെന്ന് ലോകം പറയുന്ന നിമിഷത്തിൽ തുടങ്ങും എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. വഴിയടഞ്ഞു, വാതിലടഞ്ഞു, ഇനി ഒരു വഴിയില്ല, ഇനി ഒരു സൊല്യൂഷൻ ഇല്ലെന്ന് സകലനും ഉറപ്പിച്ച നിമിഷത്തിൽ എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും കേട്ടോ. മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവം തന്നെ പ്രവൃത്തി ആരംഭിക്കും. ഇന്ന് ദൈവജനത്തോട് ആത്മാവിൽ തൂത് നിങ്ങൾക്ക് കൈമാറുന്നത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. മനുഷ്യന്റെ പ്രതീക്ഷകൾ തീരുന്നിടത്ത്, മനുഷ്യന്റെ ആശകൾ തീരുന്നിടത്ത്, നിങ്ങളുടെ സകല ഹോപ്പും അവസാനിക്കുന്നിടത്ത് ദൈവം തന്നെ പ്രതീക്ഷ ആരംഭിക്കുമെന്ന് ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന് ആത്മാവ് ദൂത് കൈമാറുന്നു. അതുകൊണ്ട് മറുപടി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക്, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് നിങ്ങളോട് ചോദിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ദൈവത്തിന് പറയാനൊരു മറുപടിയുള്ളൂ, നിങ്ങളുടെ ദൈവമോ സ്വർഗ്ഗത്തിലുണ്ട്. കൈമാറുന്നു. ഓ വിക്ഷരമായി പോയ, ബന്ധമില്ലാതെ ചിതറിപ്പോയ, ഇനി ഒരിക്കലും ഒരു ബന്ധമുണ്ടാകില്ലെന്ന് കരുതുന്ന, ഇനി ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാകില്ലെന്ന് കരുതുന്ന വിഷയത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ചില പ്രവർത്തികൾ ജനത്തിന്റെ പ്രാർത്ഥന വിഷയത്തിന് ചെയ്യുമെന്ന ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ. നിനക്ക് വേണ്ടി ചില ദൈവ പ്രവൃത്തി ദൈവം ചലിപ്പിക്കാൻ പോകുക, ചില കിഴക്കൻ കാറ്റുകൾ നിന്റെ വിഷയത്തിൽ ദൈവം അടിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ, അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ അതുകൊണ്ട് ആദിയില്ല തെല്ലും ഭീതിയില്ല.
ഭുജത്താൽ